BJPയുടെ ഏറ്റവും മോസ്റ്റ് ഫേവേർഡ് ഡെമോഗ്രഫി ആയിട്ടുള്ള ഈ സവർണ്ണ വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ വളരെ രൂക്ഷമായി തെരുവിലേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ സോഷ്യൽ മീഡിയ ഇൻസ്റ്റഗ്രാമിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ് ചേതോഹരം എന്ന് പറയാവുന്ന വീഡിയോസ് കാണാൻ പറ്റും. ആ നിലക്കാണ് സമരങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. BJP ആഫീസിൻ്റെ മുകളിൽ കയറിയിട്ട് BJPയുടെ കൊടി വലിച്ചെറിയുന്നു. വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളുമാണ്. അതും ഏറ്റവും കൂടുതൽ നടക്കുന്നത് UPയിലാണ്. BJPയുടെ ഹെഡ്ലാൻഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് അവർ പറയുന്നത് ഞങ്ങൾക്കെതിരെ വിവേചനം കാണിക്കുന്ന നിയമമാണ് എന്നാണ് അവർ പറയുന്നത്. എന്ന് വെച്ചാൽ പ്രൊമോഷൻ ഓഫ് എക്വിറ്റി ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റെഗുലേഷൻസ് 2026 എന്ന് പറഞ്ഞിട്ടുള്ള UGCയുടെ ഈ ചട്ടങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ക്ലോസ് 3C ആണ് അവരുടെ പ്രശ്നം. അപ്പോൾ അതിൽ SC ST OBC ആ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളോടുള്ള വിവേചനത്തെ സവിശേഷമായി അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എന്താണ് ഞങ്ങൾക്കെതിരെ വിവേചനം ഉണ്ടായാൽ എന്തുകൊണ്ടാണ് നിങ്ങളത് പരിഗണിക്കാത്തത് എന്നുള്ളതാണ് ഇവരുടെ ചോദ്യം. ആ ചോദ്യത്തിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആൻറ്റി ഡിസ്ക്രിമിനേറ്ററി ലോസ് അല്ലെങ്കിൽ ആൻറ്റി ഡിസ്ക്രിമിനേറ്ററി നോംസ് റൂൾസ് അതെപ്പോഴും സാധാരണഗതിയിൽ ഡിസ്ക്രിമിനേഷന് വിധേയരാകുന്ന ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഡൊമസ്റ്റിക് വയലൻസുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അതിനെതിരെ ആരോപണം ഉന്നയിക്കുന്നുണ്ടല്ലോ, വിമർശനം വരുന്നുണ്ടല്ലോ, പുരുഷ കമ്മീഷൻ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ടെക്നിക്കലി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്ത്രീകളോട് ഫേവർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിക്രമത്തിനിരയാവുന്ന സ്ത്രീകൾ, അവരുടെ മൊഴികൾ, അവരുടെ അനുഭവങ്ങൾ, അതിനൊരു അപ്പർ ഹാൻഡ് അതിനകത്തുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ? അത് പുരുഷനോടുള്ള വിവേചനമാണെന്ന് വെച്ചാൽ അങ്ങനെയല്ല. അതിനെന്താ പറയുക, അഫേർമേറ്റീവ് ആക്ഷൻ എന്നാണ് അതിന് പറയുക, അല്ലെങ്കിൽ പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്നാണ് പറയുക. കാരണം ദുർബലരായ വിഭാഗങ്ങളെ, ആക്രമണത്തിനിരയാവുന്ന വിഭാഗങ്ങളെ അവരെ സവിശേഷമായി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നിലക്കുള്ള ആൻറ്റി ഡിസ്ക്രിമിനേറ്ററി ലോസ് ആൻഡ് റൂൾസ് ഉണ്ടാകുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ക്യാമ്പസുകളിൽ SC വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, OBC വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവർ വലിയ തോതിൽ വിവേചനത്തിന് വിധേയരാകുന്നു. വിവേചനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് മാത്രമല്ല, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്നുള്ള വിവേചനങ്ങൾക്ക് വിധേയമാകുന്നുള്ളതിൻ്റെ ധാരാളക്കണക്കിന് അനുഭവങ്ങൾ വന്നു. നമ്മുടെ മലയാളിയായിട്ടുള്ള ഫാത്തിമ നഫീസ് എന്ന് പറയുന്ന കൊല്ലത്തുള്ള ഒരു പെൺകുട്ടി ചെന്നൈ IITയിൽ മരണപ്പെട്ട സംഭവം അറിയില്ലേ? അവർ SCയിൽപ്പെട്ടല്ല, STയിൽപ്പെട്ട, അവർ OBC മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടാണ്, OBC കാറ്റഗറിയിൽപ്പെട്ടാണ്. അപ്പോൾ ഫാത്തിമ നഫീസിൻ്റെ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങൾ അവിടെയുണ്ട്. അവർക്ക് ഏതെങ്കിലും നിലക്കുള്ള ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ അവർക്ക് കിട്ടിയിട്ടില്ല. അവർക്ക് ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്നുള്ളതല്ലാതെ ഏതെങ്കിലും നിലക്ക് ആ പ്രശ്നത്തിൽ ഇടപെടാൻ അതിനുള്ളൊരു ഫ്രെയിംവർക്ക് നമുക്കില്ല.